ഹുറൂഫു ഷംസിയ, ഹുറൂഫുൽ ഖമരിയ. അൽ എന്ന് ചില സ്ഥലത്ത് നമ്മൾ പറയണം, ചില സ്ഥലത്ത് പറയേണ്ടതില്ല. നമുക്ക് എങ്ങനെയാണത് മനസ്സിലാക്കാം? ചില സ്ഥലത്ത് അൽ പറയണോ, ചില സ്ഥലത്ത് പറയണ്ട, ഏതൊക്കെയാണ് പറയേണ്ട സ്ഥലങ്ങൾ, ഏതൊക്കെയാണ് പറയാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അലിഫ്ലാം എന്ന് എഴുതുന്നത് സൂറത്തു നാസ് എടുക്കുക. സൂറത്തു നാസിൽ ബിസ്മി തന്നെ എടുത്താൽ ഒരു നല്ലൊരു എക്സാമ്പിളാണ്. പറയാൻ പാടില്ലാത്ത അലിഫ്ലാം അതിലുണ്ട്. അർ റഹ്മാൻ അർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ അവിടെ ഒന്നും അലിഫ്ലാം അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഏത് പറയണം ഏത് പറയണ്ടെന്ന് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലാമിന് മുകളിൽ സുക്കൂനുണ്ടോ എന്ന് നോക്കുക. ലാമിന് മുകളിൽ സുക്കൂൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അലിഫ്ലാം പറയണം. സൂറത്തു നാസിലെ 4-ാമത്തെ ആയത്ത് നോക്കുക. മിൻ ഷർരിൽ, അവിടെ ലാമിന് മുകളിൽ സുക്കൂനുണ്ട്. ഈ സുക്കൂൻ എന്ന് പറയുമ്പോൾ ഉസ്മാനി ലിപിയിൽ വി എന്ന് ഇംഗ്ലീഷിൽ ചെരിച്ചിട്ട പോലെയാണ് കാണുക. സൂറത്തുൽ ഫലക്കും മുകളിൽ നോക്കുക, 1-ാമത്തെ ആയത്ത് ഖുൽ അഊദു ബിറബ്ബിൽ റബ്ബിൽ, അവിടെ ലാമിന് സുക്കൂനുണ്ട്. ലാമിന് സുക്കൂനുണ്ടെങ്കിൽ ഖുർആനിൽ എവിടെയാണെങ്കിലും അൽ എന്ന് പറയണം. ലാമിന് സുക്കൂൻ ഇല്ലെങ്കിൽ ഖുർആനിൽ എവിടെയും നമ്മൾ ആ ലാം പറയേണ്ടതില്ല. അപ്പം പ്രൊനൗൺസ് ചെയ്യേണ്ട, ഉച്ചരിക്കേണ്ട ലാം സുക്കൂനിൽ ഉള്ള ലാം ഉച്ചരിക്കുകയും സുക്കൂൻ ഇല്ലാത്തവ പറയേണ്ടതില്ല എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇത് ഖുർആനിൽ എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ്.